എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറന്റ്ലി ഏബിൾഡ് ജില്ലാ കൺവെൻഷനിലാണ് ആവശ്യമുയർന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് തുക സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം പൂർണ്ണതോതിൽ ലഭ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യം പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറന്റ്ലി ഏബിൾഡ് ജില്ലാ കൺവെൻഷൻ ഉന്നയിച്ചു. ആശ്വാസകിരണം പദ്ധതി പ്രകാരം ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ പരിചാരകമായ അമ്മമാർക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് എത്രയും വേഗം നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ജില്ലാ കൺവെൻഷൻ പെയ്ഡ് സംസ്ഥാന പ്രസിഡന്റ് KM ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംഘടന നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഇവിടെ ഉറപ്പു തരുന്നു. നമ്മളെ ഉദ്ഘാടകൻ അധികം സംസാരിക്കുന്നില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ സംസാരത്തിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് നമ്മൾ നയിക്കുന്നത്. പെയ്ഡ് സംഘടന 8 വർഷക്കാലമായാണ് രൂപീകരിച്ചത്. സ്പെഷ്യൽ സ്കൂളിലെ രക്ഷാകർത്താക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ്. കഴിഞ്ഞ 1 വർഷക്കാലത്തെ പ്രവർത്തനം വളരെ ശക്തമായി അതിനുമ്പില്ല എന്നുള്ളതാണ്. എല്ലാ സ്കൂളിലെയും രക്ഷാകർത്താക്കൾ മനസ്സിലാക്കി സംഘടനയോട് കടന്നു വന്നതിന് ശേഷം സ്റ്റേറ്റിലൊട്ടുക്ക് വലിയ ശക്തിയായി സംഘടനയ്ക്ക് മാറാൻ സാധിച്ചു. ആ സംഘടിത ശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ ഗവൺമെൻറ്റിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ നേട്ടമാണ് നിരാമയ ഇൻഷുറൻസിൻ്റെ പ്രീമിയം എമൗണ്ട് 2023 സ്റ്റേറ്റ് ഗവൺമെൻറ് നിർത്തലാക്കി. ജില്ലാ പ്രസിഡന്റ് T. മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റ്യൻ, സംസ്ഥാന സെക്രട്ടറി P. സുബൈർ നീലേശ്വരം, LLC കൺവീനർ KM വിജയകൃഷ്ണൻ, സ്കൂൾ ഡെപ്യൂട്ടി ഡയറക്ടർ N. സുരേഷ്, ജീവോദയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ ലിസി എന്നിവർ സംസാരിച്ചു. നിര്യാതയായ എൻഡോസൾഫാൻ ദുരിതബാധിത റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി TV രജനിയുടെ വേർപാടിൽ യോഗം അനുശോചിച്ചു. വർണ്ണോത്സവം 2025 വിജയികളായ റോട്ടറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. പെയ്ഡ് ജില്ലാ സെക്രട്ടറി AT ജേക്കബ് സ്വാഗതവും റോട്ടറി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.